ദേശീയപാത നിർമ്മാണ തകർച്ചയിൽ രാഷ്ട്രീയ പോര് തുടരുകയാണ്. ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ DPRൽ മാറ്റം വരുത്തിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആരോപണം. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി UDFും രംഗത്തെത്തി. ദേശീയപാത വികസനത്തിന്റെ ക്രെഡിറ്റിനായുള്ള വടംവലി പക്ഷേ തകർച്ചയിലുണ്ടായില്ല. റോഡ് തകർന്നതിന്റെ ഉത്തരവാദിത്തമാർക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന തർക്കം തുടരുകയാണ്. അതിനിടെ യഥാർത്ഥ DPR ആർക്കോ വേണ്ടി മാറ്റിയെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോപിച്ചു. ഇതിൽ അന്വേഷണം വേണമെന്നും കേന്ദ്രമന്ത്രി. ചില DPRകൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് ഒരുപക്ഷെ വയബിൾ അല്ലാത്ത കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട്. എവിടെയാണ് DPR 1 മാറ്റി DPR 2 അതും പോരാഞ്ഞിട്ട് DPR 3യിലേക്ക് പോയത് എവിടെയാണ്? ഒരു ഒറിജിനൽ DPR ഉണ്ടായിരുന്നു, അത് ആർക്ക് വേണ്ടി മാറ്റി? പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ വിശദീകരണം. പദ്ധതിയെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം റോഡിന് വിള്ളൽ വന്ന ഇടങ്ങളിൽ പ്രതീകാത്മകമായി യൂത്ത് ലീഗ് പശ ഒഴിച്ചൊട്ടിച്ച് പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രിയുടെയും മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും ചിത്രമുള്ള മുഖംമൂടി ധരിച്ചായിരുന്നു പ്രതിഷേധം. ഈ പഞ്ചറായ വാഹനങ്ങൾ നമ്മൾ ഓട്ടയടച്ച് കാണാറുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ റോഡുകളും നമ്മൾ ഓട്ടയടച്ച് കാണാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി റോഡ് തന്നെ, അതായത് കോടികൾ മുടക്കി നിർമ്മിക്കുന്ന റോഡുകൾ വിണ്ടുകീറിയാൽ അത് പശ ഒട്ടിച്ച് ഓട്ടയടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. ദേശീയപാത തകർന്നതിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട നിതിൻ ഗഡ്കരിക്ക് കത്തു നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രശ്നപരിഹാരത്തിന് മലപ്പുറം ജില്ലാ പ്രസിഡന്റിനൊപ്പം ഡൽഹിക്ക് പോകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം.